നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു സംസ്ഥാനത്ത് സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരുമിച്ച് 1750 രൂപ, സാധാരണ ലഭിക്കുന്ന 1500 പുറമെ വീണ്ടും 250 രൂപ കൂടി, അതുപോലും ഒരു പ്രത്യേക ഉത്സവ സമ്മാനമായി. എന്നാൽ കേരളത്തിലെ ചില സ്ത്രീകൾ ഇപ്പോൾ ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്: ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി എന്താകും? അതേസമയം മറ്റൊരു വിഭാഗം ചോദിക്കുന്നു, പ്രവാസി ക്ഷേമനിധി പെൻഷൻ 3 മാസമായി മുടങ്ങിയെങ്കിൽ ഇനി എപ്പോൾ ലഭിക്കുമെന്നുള്ളതും. ഒരു കാര്യം മനസ്സിലാക്കണം, പെൻഷൻ എന്നത് ഒരു സാധാരണ തുകയല്ല, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ മാസ ചെലവാണ് എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് ഉള്ളതാണ്. അത് പ്രത്യേകിച്ച് ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം, കാരണം ഓരോ കാര്യങ്ങളും അത്രയും വിശദമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കേരളത്തിന് പുറത്തും വിദേശത്തും ജോലി ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ പല പ്രവാസികളും ആശ്രയിക്കുന്ന നോർക്ക ക്ഷേമനിധി പെൻഷൻ. ഇവിടെയും പെൻഷൻ മുടങ്ങിയതിനെ കുറിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായി പെൻഷൻ ലഭിക്കാത്തതിനാൽ പ്രവാസി മലയാളികൾ ബുദ്ധിമുട്ടിലാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാം 3 മാസം പണം കിട്ടാത്തത് വലിയ കാര്യമാണോ എന്നുള്ളത്. പക്ഷേ മാസം തോറും ആ പണം കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചോദിച്ചാൽ അതിന്റെ യാഥാർത്ഥ്യ വില അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഒരു വൃദ്ധനായ വ്യക്തിക്ക് പെൻഷൻ ലഭിക്കുന്നത് എന്തിനാണ്? മരുന്ന് വാങ്ങാനും വീട്ടിലെ വൈദ്യുതി ബില്ല് അടയ്ക്കാനും ഭക്ഷണം വാങ്ങാനും യാത്രയ്ക്കും ചെറിയ വീട്ടുചെലവുകൾക്കുമാണ്. അതുപോലെ ഒരു സ്ത്രീക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ സഹായവും പലപ്പോഴും കുടുംബത്തിന്റെ അടിസ്ഥാന ചിലവുകൾക്ക് ഉപയോഗപ്പെടുന്നു. അതിനാൽ സർക്കാർ അക്കൗണ്ടിൽ നിന്ന് ഒരു ചെറിയ തുക പുറത്തേക്ക് പോകുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസാക്ഷൻ ആയിരിക്കാം. പക്ഷേ ഗുണഭോക്താവിന്റെ വീട്ടിൽ അത് ഭക്ഷണം, മരുന്ന്, യാത്ര, ചികിത്സാ ചിലവ് എന്നിവയായിരിക്കും. അതുകൊണ്ടാണ് പെൻഷൻ വിതരണം വൈകുമ്പോൾ പ്രതിഷേധം ഉണ്ടാവുന്നത്. ഇനി കേരളത്തിലെ സാധാരണ ക്ഷേമ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനും ഒന്നല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയും പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. കേരളത്തിലെ സാധാരണ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വേറെയാണ്. ഉദാഹരണത്തിന് വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക പെൻഷൻ തുടങ്ങിയവ. 2026 കേരള ബജറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ സാധാരണ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി തുടരുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതേസമയം സ്ത്രീ സുരക്ഷാ പെൻഷൻ വേറിട്ട പദ്ധതിയാണെന്നും അതിനാൽ ഒരു പദ്ധതിയുടെ സ്റ്റാറ്റസ് മറ്റൊരു പദ്ധതിയുടെ സ്റ്റാറ്റസ് ആയി കണക്കാക്കരുതെന്നും അതുപോലെ പല കാര്യങ്ങളും ഇനി പരിശോധിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് പലരും ചോദിക്കുന്നത്, കേരളത്തിൽ 1750 രൂപ കിട്ടുമോ എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം ചർച്ച ചെയ്യാം. 2026 ഓഗസ്റ്റ് 19 മധ്യപ്രദേശിലെ മൈഹാർ മുഖ്യമന്ത്രി മോഹൻ യാദവ് യാഡ്ലി ബഹ്ന പദ്ധതിയുടെ പുതിയ ഗഡു വിതരണം ചെയ്തു. ഇത്തവണ സാധാരണ മാസത്തേക്കാൾ കൂടുതൽ തുക ലഭിച്ചിരുന്നു. ഒരു സ്ത്രീക്ക് 1750 രൂപ. അവിടെ രക്ഷാബന്ധൻ ദിവസം ആയതുകൊണ്ട്, ഓണത്തെ പോലെ തന്നെ അവിടെയും ഒരു ഉത്സവമായതുകൊണ്ട് 1750 രൂപ, സാധാരണ 1500 രൂപ പ്രതിമാസ പെൻഷൻ കൊടുക്കുന്നവിടെ 1750 രൂപ, 250 രൂപ രക്ഷാബന്ധൻ പ്രത്യേക സമ്മാനമായി നൽകിയിരുന്നു. അങ്ങനെ 1750 രൂപ ലഭിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം 1,25,00,000-ലധികം സ്ത്രീകൾക്ക് ഈ തുക ലഭിക്കുന്ന തരത്തിലാണ് വിതരണം നടത്തിയത്. മൊത്തം 2148 കോടിയിലധികം DBT വഴി കൈമാറിയതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതൊരു സാധാരണ ബാങ്ക് ട്രാൻസ്ഫർ മാത്രമല്ല, ഒരു ഉത്സവ സമയത്ത് കുടുംബങ്ങൾക്ക് നേരിട്ട് പണം എത്തിക്കുന്ന രീതിയിലുള്ള സഹായമായാണ് സർക്കാർ ഇതിനെ അവതരിപ്പിച്ചത്. മധ്യപ്രദേശിലെ സ്ത്രീകളെ സഹായിക്കുന്ന ആ പദ്ധതി ലാഡ്ലി ബഹ്ന പദ്ധതിയാണ്. ഇത് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ലാഡ്ലി ബഹ്ന യോജനയുടെ യോഗ്യരായ ഗുണഭോക്താക്കൾക്കായി 1.25 കോടി സ്ത്രീകളാണ് ഈ ഗഡുവിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നത്. മൈഹാറിൽ നടന്ന പരിപാടിയിൽ നിന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് സിംഗിൾ ക്ലിക്ക് സംവിധാനത്തിലൂടെ തുക കൈമാറുകയായിരുന്നു ചെയ്തത്. അതായത് പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതി, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഇനിയൊരു ചോദ്യം കേരളത്തിലേക്കാണ്. ഇവിടെ നമ്മുടെ കേരളത്തിന്റെ കഥ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്.
കേരളത്തിൽ അടുത്തിടെ വലിയ ചർച്ചയായത് സ്ത്രീ സുരക്ഷാ പെൻഷനാണ്. പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ നിരവധി സ്ത്രീകൾക്ക് പ്രതീക്ഷയിലായിരുന്നു. പ്രത്യേകിച്ച് മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇത് വലിയ സഹായമാകുമെന്ന പ്രതീക്ഷയിൽ പലരും ഇരുന്നു. പക്ഷെ പിന്നീട് പദ്ധതി സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം ഉണ്ടായി. സ്ത്രീ സുരക്ഷാ പെൻഷൻ പൂർണ്ണമായി നിർത്തിയോ? ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പദ്ധതി റദ്ദാക്കിയെന്ന് നേരിട്ട് പറയുന്നത് ശരിയല്ല. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം പദ്ധതി ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇനി ഒരു പ്രധാന കാര്യം, ഗുണഭോക്തൃ പട്ടിക പരിശോധിക്കണമെന്നും എലിജിബിലിറ്റി വീണ്ടും പരിശോധിക്കണമെന്നും VD സതീശൻ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമായി പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണം അനുസരിച്ച് പദ്ധതി നടപ്പാക്കുമ്പോൾ ഗുണഭോക്തൃ പട്ടികയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം. ആദ്യഘട്ടത്തിൽ വലിയൊരു വിഭാഗം സ്ത്രീകൾക്ക് പദ്ധതി ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഗുണഭോക്താക്കളുടെ എണ്ണം കുറയുകയായിരുന്നു. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ലെന്നും മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നും സർക്കാർ ആരോപിച്ചു. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ പറയുന്നത് ആദ്യം പട്ടിക പരിശോധിക്കണം, അതിനുശേഷം വിതരണം എന്നാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നേക്കുമായി അവസാനിച്ചു എന്ന് പറയുന്നതും തെറ്റാണ്. പ്രധാനമായും 30 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ബാധകമായിരുന്നു ഈ പദ്ധതി. പ്രധാനമായും AAY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും PHH പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ടവരെയുമാണ് പരിഗണിച്ചിരുന്നത്. അതേസമയം വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ, EPF പെൻഷൻ തുടങ്ങിയ മറ്റ് സഹായങ്ങൾ ലഭിക്കുന്നവർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ ഒരാൾ മുൻപ് അപേക്ഷിച്ചിട്ടുണ്ടെന്ന കാരണങ്ങൾ മാത്രം പണം ഉറപ്പാക്കുമെന്ന് പറയാനും സാധിക്കില്ല. പുതിയ വെരിഫിക്കേഷൻ നിർണായകമായ ഒരു കാര്യമാണ്. ഇനി മറ്റൊരു പ്രധാന ചോദ്യമാണ്, ഇതാണ് എല്ലാവരും ചോദിക്കുന്നത്. മധ്യപ്രദേശിലെ 1750 രൂപ രക്ഷാബന്ധനോടനുബന്ധിച്ച് കൊടുത്ത പോലെ ഓണത്തിനും ലഭിക്കുമോ എന്നുള്ള കാര്യം, കേരളത്തിൽ ലഭിക്കുമോ എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ ഒരു സംസ്ഥാന സർക്കാർ ഒരു ഉത്സവ അവസരത്തിൽ സാധാരണ സഹായത്തിനു പുറമെ അധിക തുക നൽകി. കേരളത്തിൽ മറുവശത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് ഇപ്പോൾ വെരിഫിക്കേഷൻ നടക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് കേരളത്തിലെ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം എലിജിബിലിറ്റി ശരിയാണോ എന്ന് ഉറപ്പാക്കുക എന്ന് മാത്രമാണ്. റേഷൻ കാർഡ് വിഭാഗം ശരിയാണോ, മറ്റൊരു പെൻഷൻ ലഭിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ ചർച്ചയാവുകയാണ്. വളരെ ലളിതമായ ഒരു കാര്യം പറയാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിലവിൽ ഇവിടെ കേരളത്തിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് അടുത്തായിട്ടൊന്നും ഈ ഒരു പെൻഷൻ ലഭിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാ തുക വന്നു, 5000 രൂപ വന്നു, 6000 രൂപ വന്നു എന്നെല്ലാമാണ്. അതെല്ലാം വ്യാജ വാർത്തയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷൻ മറ്റൊരു ആശങ്കയാണ്. 3 മാസത്തെ കുടിശ്ശികയെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും പ്രതിഷേധങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വർഷങ്ങളായി ക്ഷേമനിധിയിലേക്ക് വിഹിതം അടച്ചിരുന്നവർക്ക് ഈ പെൻഷൻ ഒരു അവകാശവും പ്രതീക്ഷയും കൂടിയാണ്. അതിനാൽ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം ഇനി ശക്തമാവുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കുടിശ്ശിക സംബന്ധിച്ച റിപ്പോർട്ടുകളും ഔദ്യോഗികമായി പണം വിതരണം ചെയ്യുന്ന സ്ഥിരീകരണവും രണ്ടും ഒരേ കാര്യമല്ല. അതുകൊണ്ട് ഗുണഭോക്താക്കൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇനി നോക്കേണ്ടതുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ ഇനി 3 കാര്യങ്ങൾ പ്രധാനമായും ചെയ്യുക. ബെനിഫിഷ്യറി വെരിഫിക്കേഷൻ, സർക്കാർ തീരുമാനം, കുടിശ്ശികയുടെ കാര്യത്തിൽ തീരുമാനം എന്നുള്ള കാര്യങ്ങൾ വരാനിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിന് 1750 രൂപ എത്തിയെന്ന വാർത്ത കേട്ട് സന്തോഷിക്കാം. പക്ഷെ അതിന്റെ പേരിൽ കേരളത്തിലും അതേ തുക വരുമെന്ന് കരുതരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ കേരളത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നേക്കുമായി അവസാനിച്ചു എന്നും ഇപ്പോൾ പറയുന്നില്ല എന്നുള്ളത് വളരെ ദയനീയ അവസ്ഥയും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.